എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്പലമുക്കിലെ വിശേഷങ്ങൾ, വാഴ 2, പ്രതിച്ഛായ എന്നിങ്ങനെയുള്ള മൂവികളുടെ OTT റിലീസുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റത്തെ മൂവി അമ്പലമുക്കിലെ വിശേഷങ്ങൾ. ഗോകുൽ സുരേഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജയറാം കൈലാസ് സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് അമ്പലമുക്കിലെ വിശേഷങ്ങൾ. ഇതിൽ ഗോകുൽ സുരേഷിനെ കൂടാതെ ലാൽ, ഗണപതി, മേജർ രവി, ധർമ്മജൻ ബോൾക്കാട്ടി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 2025 ഡിസംബർ 12 റിലീസ് ചെയ്ത ഈ മൂവി തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വെറും 11 ലക്ഷം രൂപ മാത്രമായിരുന്നു. ഇപ്പോൾ ഈ മൂവി സിംപ്ലി സൗത്തിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മനോരമാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് വെള്ളയപ്പം. അക്ഷയ് രാധാകൃഷ്ണൻ, നൂറിൻ ഷെരീഫ്, റോമ അസ്രാനി, ഷൈം ടോം ചാക്കോ, ശ്രീജിത്ത് രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ രാജ് പൂക്കാടൻ സംവിധാനം ചെയ്തൊരു റൊമാന്റിക് കോമഡി ചിത്രമാണ് വെള്ളയപ്പം. സൺനെക്സ്റ്റിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു കന്നഡ മൂവിയാണ് JC ദ യൂണിവേഴ്സിറ്റി. സൂര്യ പ്രഖ്യാത്, രംഗായന രഘു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചേതൻ ജയറാം സംവിധാനം ചെയ്തൊരു ആക്ഷൻ ക്രൈം ഡ്രാമ ഫിലിമാണ് JC ദ യൂണിവേഴ്സിറ്റി. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രതിച്ഛായ. നിവിൻ പോളിയെ നായകനാക്കി B ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ് പ്രതിച്ഛായ. ഇതിൽ നിവിൻ പോളിയെ കൂടാതെ ബാലേന്ദ്ര മേനോൻ, ഷർഫുദ്ദീൻ, നീതു കൃഷ്ണ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് മുസ്തഫ. സതീഷ്, സുരേഷ് രവി, മോണിക്ക ചിന്നക്കോട്ട്ല എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ ശരവണൻ സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് മുസ്തഫ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് ആനിമേഷൻ സീരീസ് ആണ്. സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85. നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റായ സീരീസായ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു ആനിമേഷൻ സ്പിൻ ഓഫ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 23 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു മലയാളം മൂവിയാണ് ദ കേരള സ്റ്റോറി 2. ദ കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ദ കേരള സ്റ്റോറി 2. ഉൽക്ക ഗുപ്ത, അതിഥി ഭാട്ടിയ, ഐശ്വര്യ വച്ച എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കാമാഖ്യ നാരായണൻ സിംഗ് സംവിധാനം ചെയ്ത മൂവിയാണ് ദ കേരള സ്റ്റോറി 2. കേരളത്തിൽ നിന്നുള്ള 3 പെൺകുട്ടികളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. മതപരിവർത്തനവും പ്രണയത്തിന്റെ മറവിൽ നടക്കുന്ന വഞ്ചനയുമാണ് ഈ സിനിമയുടെ പ്രമേയം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് വാഴ 2. ഹാഷിർ, അലൻ, അജിൻ ജോയ്, വിനായക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാവിൻ SA സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് വാഴ 2. അജു വർഗീസ്, വിജയ് ബാബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മെയ് മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ പണിഷർ. തന്റെ കുടുംബത്തിന്റെ കൊലപാതകത്തിന് പ്രതികാരം വീട്ടുന്ന ഫ്രാങ്ക് കാസിൽ എന്ന പഴയ നാവികൻ സൈനിക ഗൂഢാലോചനയിൽ അകപ്പെടുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ജിയോ ഹോട്ട്സ്റ്റാറും ഡിസ്നി പ്ലസുമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 12 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യക്കകത്തും ഡിസ്നി പ്ലസിലൂടെ ഇന്ത്യക്ക് വെളിയിലും ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് സൂപ്പർ ജെമിനി. അനു പുരുഷോത്തം സംവിധാനം ചെയ്ത് 2025 ജനുവരി 24 റിലീസ് ചെയ്ത ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് സൂപ്പർ ജെമിനി. ഇതിൽ മീനാക്ഷി, അനൂപ്, സുധീർ കരമന, ഇന്ദ്രൻസ്, ജോയ് മാത്യു തുടങ്ങിയവരിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി 40 കളിലെ പ്രണയം. 2026 ഫെബ്രുവരി 13 റിലീസ് ചെയ്ത ഈ മൂവിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് രമേശ് S മകൈരമാണ്. ശ്രീദേവി ഉണ്ണി, കുടശനാട് കനകം എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് കൊലൈ സേവൽ. കലൈയരസൻ, ദീപ ബാലു, ബാലശരവണൻ, ഗജരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി VR തുടിവാണൻ സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് കൊലൈ സേവൽ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. സൺനെക്സ്റ്റിലൂടെ ഇന്ത്യക്ക് പുറത്ത് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ലേച്ചിന്തി മഹിളാ ലോകം. ലക്ഷ്മി മഞ്ജു, അനന്യ നാഗല്ല, ശ്രദ്ധ ദാസ്, ശ്രീരാമചന്ദ്ര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കാർത്തിക് അർജുൻ സംവിധാനം ചെയ്തൊരു കോമഡി ചിത്രമാണ് ലേച്ചിന്തി മഹിളാ ലോകം. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 22 മുതൽ തെലുങ്ക്, തമിഴ് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് തല. സുരഭിലക്ഷ്മിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗെയ്സ് മിലൈൻ സംവിധാനം ചെയ്ത മൂവിയാണ് തല. ഒരു ചേരി പ്രദേശത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് ഒരു മനുഷ്യന്റെ തല ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ലഭിക്കുന്നതും അതിനെ തുടർന്ന് അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് സിനിമയുടെ പ്രമേയം. മനോരമാക്സിലൂടെയും ആമസോൺ പ്രൈം വീഡിയോസിലൂടെയും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് മെൻഷൻ ഹൗസ് മല്ലേഷ്. ബാല സതീഷ് സംവിധാനം ചെയ്തൊരു റൊമാന്റിക് കോമഡി ചിത്രമാണ് മെൻഷൻ ഹൗസ് മല്ലേഷ്.
ശ്രീനാഥ് മകന്തി, ഗായത്രി രമണ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺ നെക്സ്റ്റ് ആണ്. ഏപ്രിൽ 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹംഗ്രി. ഒരു സർവൈവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ഹംഗ്രി. ലാൻഡ്സ്കേപ്പ് പ്ലേ ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തൊരു തമിഴ് മൂവിയാണ് നീ ഫോർ എവർ. 2026 മാർച്ച് 27 റിലീസ് ചെയ്ത ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് അശോക് കുമാർ കലൈവാണിയാണ്. സുദർശൻ ഗോവിന്ദ്, അർച്ചന രവി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. റൊമാൻറ്റിക് ഡ്രാമ മൂവിയായ നീ ഫോർ എവറിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 24 മുതൽ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.